ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരും ഓർക്കുന്നത് ജമ്മു കാശ്മീരും പഞ്ചാബും ഒക്കെയാണ്. എന്നാൽ സൈനിക വൃത്തങ്ങളെയും പ്രതിരോധ വിദഗ്ധരെയും ഒരുപോലെ ആശങ്കയിലാക്കുന്ന അതിലും വലിയൊരു സൈനിക നീക്കം മറ്റൊരു അതിർത്തിയിൽ നടക്കുന്നുണ്ട്. അതെ, ഗുജറാത്ത് അതിർത്തിയോട് ചേർന്നുള്ള സർക്രീക്ക് മേഖല. ചെളിയും വെള്ളവും മാത്രം നിറഞ്ഞ ഒരു ചെറിയ പ്രദേശം പോലെ തോന്നുന്ന ഈ ഒരു സ്ഥലം ഇന്ന് ഇന്ത്യയുടെ മാരിടൈം സെക്യൂരിറ്റിയുടെ ഹൃദയഭാഗമായി മാറുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഇവിടെ പാകിസ്ഥാൻ തങ്ങളുടെ സൈനിക സാന്നിധ്യം ഇരട്ടിയാക്കുകയാണ്. ചൈനയുടെയും തുർക്കിയുടെയും സഹായത്തോടെ പാകിസ്ഥാൻ സർക്രീക്ക് മേഖലയിൽ പുതിയ ഡ്രോണുകളും ഹോവർക്രാഫ്റ്റുകളും വിന്യസിക്കുകയാണ് എന്നാണ്. അത്യാധുനിക ഡ്രോണുകൾ, റേഡാറുകൾ വെട്ടിച്ചു കടക്കാൻ കഴിവുള്ള ഹോവർക്രാഫ്റ്റുകൾ, പുതിയ കമാൻഡോ ബേസുകൾ, അങ്ങനെ ഒരു വൻ തയ്യാറെടുപ്പിലാണ് പാകിസ്ഥാൻ. എന്താണ് സർക്രീക്കിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ ചെറിയ ചതുപ്പ് പ്രദേശം ഇന്ത്യക്ക് ഇത്രയധികം തന്ത്രപ്രധാനമാകുന്നത്? വരും ദിവസങ്ങളിൽ ഇന്ത്യക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് നോക്കാം. പാകിസ്ഥാൻ നാവികസേനയും അതിർത്തി സുരക്ഷാ സേനയും ചേർന്ന് സർക്രീക്ക് മേഖലയിൽ വലിയ രീതിയിലുള്ള ഡ്രോൺ പാട്രോളിംഗും ഹോവർക്രാഫ്റ്റ് നിരീക്ഷണവും ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ സൈനിക സജ്ജീകരണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആഗോള സഖ്യമാണ്. പാകിസ്ഥാൻ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് തുർക്കി നിർമ്മിത തന്ത്രപ്രധാനമായ ആംഡ് അല്ലെങ്കിൽ സർവൈലൻസ് ഡ്രോണുകളും ചൈനയുടെ ടെക്നോളജി ആ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സർവൈലൻസ് സിസ്റ്റംസുമാണ്. ചതുപ്പ് നിലങ്ങളിലൂടെയും വെള്ളത്തിലൂടെയും ഒരുപോലെ അതിവേഗം സഞ്ചരിക്കുവാൻ കഴിയുന്ന മീഡിയം ക്ലാസ് ഹോവർക്രാഫ്റ്റുകളും അവരിവിടെ കൂടുതലായിട്ട് എത്തിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഈ ഒരു പ്രദേശത്ത് തങ്ങളുടെ കമാൻഡോ വിഭാഗമായ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് SSG പോസ്റ്റുകൾ വിപുലീകരിക്കാനും പാകിസ്ഥാൻ നീക്കം നടത്തുകയാണ്. അതായത് കേവലം ബോർഡർ പാട്രോളിംഗിനും അപ്പുറം ഒരു ഹൈബ്രിഡ് പോരാട്ടത്തിന് പാകിസ്ഥാൻ അതിർത്തിയിൽ കളമൊരുക്കുകയാണ് എന്ന് വ്യക്തം. ഇനി പലർക്കും സംശയമുണ്ടാകാം, എന്താണ് ഈ സർക്രീക്ക്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇതിന്മേൽ എന്താണ് ഇത്രയും വലിയ തർക്കം എന്നൊക്കെ. ഇന്ത്യയിലെ ഗുജറാത്തിലെ കച്ച് മേഖലയ്ക്കും പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയ്ക്കും ഇടയിലുള്ള 96 കിലോമീറ്റർ നീളമുള്ള ഒരു നദീമുഖ പ്രദേശമാണ് സർക്രീക്ക് എന്ന് പറയുന്നത്. റൺ ഓഫ് കച്ചിലെ വെള്ളവും ചതുപ്പും നിറഞ്ഞ തന്ത്രപ്രധാനമായ ഒരു ഭാഗമാണിത്. പ്രശ്നം ഇവിടെയാണ്, അതായത് ഇവിടെയാണ് ഈ തർക്ക വിഷയം. ഈ ക്രീക്കിന്റെ അതിർത്തി എവിടെയാണ് എന്ന കാര്യത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇന്നുവരെ ഒരുമിച്ച് ഒരു അഭിപ്രായമില്ല. സ്വാതന്ത്ര്യത്തിന് മുൻപ് 1914 ബോംബെ ഗവൺമെന്റും സിന്ധ് ഭരണാധികാരികളും തമ്മിലുണ്ടാക്കിയ കരാറിലെ വ്യാഖ്യാന വ്യത്യാസമാണ് പ്രശ്നം. പാകിസ്ഥാന്റെ പ്രധാന വാദം എന്ന് പറയുന്നത് ക്രീക്കിന്റെ മുഴുവൻ ഭാഗവും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് അവർ പറയുന്നത്. ഇനി ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത് അന്താരാഷ്ട്ര തത്വമായ തെൽവേഗ് പ്രിൻസിപ്പിൾ, ആ തത്വം അനുസരിച്ച് രണ്ട് രാജ്യങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന ജലപാതയുടെ മധ്യഭാഗത്തിലൂടെ ആയിരിക്കണം അതിർത്തി തിരിക്കേണ്ടത്. ചെറിയൊരു തർക്കമായി തോന്നാമെങ്കിലും ഇതിന്റെ പിന്നിലെ സാമ്പത്തിക സൈനിക തലങ്ങൾ വളരെ വലുതാണ്. സർക്രീക്ക് ഇന്ത്യയെ സംബന്ധിച്ച് എത്രത്തോളം നിർണായകമാണ് എന്ന് നോക്കാം. ഒന്നാമതായിട്ട് എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ EEZ. സർക്രീക്കിലെ അതിർത്തി നിശ്ചയിക്കുന്നതിനെ ആശ്രയിച്ചിട്ടാണ് അതിനോട് ചേർന്നുള്ള വിശാലമായ അറബിക്കടലിലെ കടൽ അതിർത്തി, മാരിടൈം ബൗണ്ടറി നിശ്ചയിക്കപ്പെടുന്നത്. ഇവിടെ വൻതോതിലുള്ള എണ്ണ, പ്രകൃതിവാതക നിക്ഷേപങ്ങൾ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. അതിർത്തി മാറിയാൽ ഇന്ത്യക്ക് വലിയൊരു സമുദ്ര മേഖല നഷ്ടപ്പെടാം. രണ്ടാമത്തേത് സുരക്ഷാ ഭീഷണി, സെക്യൂരിറ്റി സ്ട്രാറ്റജി. ഗുജറാത്ത് മേഖലയിലെ ഇന്ത്യയുടെ വലിയ വ്യവസായ സമുച്ചയങ്ങൾ, വിശേഷിച്ച് ജാംനഗറിലെ പ്രമുഖ റിഫൈനറീസ്, പ്രധാന തുറമുഖങ്ങൾ എന്നിവയൊക്കെ സർക്രീക്കിൽ നിന്നും അധികം അകലെയല്ല. ഇനി മൂന്നാമത്തേത് തീവ്രവാദ നുഴഞ്ഞുകയറ്റം. ചതുപ്പ് നിലമായതുകൊണ്ട് തന്നെ റഡാറുകൾക്ക് ഇവരെ കണ്ടെത്താൻ പ്രയാസമാണ്. പത്താൻകോട്ട്, മുംബൈ ഭീകരാക്രമണങ്ങളുടെ സമയത്തൊക്കെ കടൽ വഴിയുള്ള സുരക്ഷ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ ലഹരി മരുന്ന് കടത്തും കള്ളക്കടത്തും വ്യാപകമായിട്ട് നടക്കാറുമുണ്ട്. ഇവിടെയാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളെ നിരീക്ഷിക്കാനും പരീക്ഷിക്കാനും ശ്രമിക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാൻ ഈ മേഖലയിൽ പുതിയ ഡ്രോൺസ്, ഹോവർക്രാഫ്റ്റ്, സർവൈലൻസ് സിസ്റ്റംസ് എന്നിവ വിന്യസിക്കുകയാണ്. ഹോവർക്രാഫ്റ്റിന്റെ പ്രത്യേകത എന്താണ് എന്നറിയാമോ? വെള്ളത്തിലും ചെളിയിലും മണൽപ്പുറത്തും ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയും. സർക്രീക്കിലെ പോലെയുള്ള ചതുപ്പ് പ്രദേശങ്ങളിൽ സാധാരണ ബോട്ടുകൾക്കും വാഹനങ്ങൾക്കും പോകാൻ കഴിയാത്തിടത്ത് ഹോവർക്രാഫ്റ്റ് വളരെ ഫലപ്രദമാണ്. അടുത്തിടെ നടന്ന പ്രധാന സൈനിക നീക്കങ്ങളും ഇതിനോട് ചേർത്ത് വായിക്കണം. ഈ അടുത്ത കാലത്ത് ഇന്ത്യ പാക് അതിർത്തികളിൽ പാകിസ്ഥാൻ തുർക്കി നിർമ്മിതമായിട്ടുള്ള അസീസ് ഗോഡ് സോൺഗാർ ഡ്രോണുകളും മറ്റ് കാമക്കാസി ഡ്രോണുകളും ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള നുഴഞ്ഞുകയറ്റ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഇന്ത്യൻ പ്രതിരോധ സേന ആന്റി ഡ്രോൺ സിസ്റ്റംസ് ഉപയോഗിച്ച് ഇതിൽ ഭൂരിഭാഗവും വിജയകരമായിട്ട് തകർക്കുകയാണ് ഉണ്ടായത്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിസ്റ്റങ്ങളിൽ ഒന്നിലധികം ചൈനീസ് സാങ്കേതിക വിദ്യയും തുർക്കി നിർമ്മിത ഡ്രോൺ സംവിധാനങ്ങളുമാണ് ഉപയോഗിക്കുന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നു. എന്നാൽ ഈ സഹകരണത്തിന്റെ മുഴുവൻ സാങ്കേതിക വിവരങ്ങളും ഔദ്യോഗികമായിട്ട് സ്വതന്ത്രമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ ചൈന തത്സമയ സാറ്റലൈറ്റ് വിവരങ്ങൾ പാകിസ്ഥാന് നൽകുന്നുണ്ട് എന്ന ഗൗരവകരമായ വെളിപ്പെടുത്തലുകളും നമ്മുടെ പ്രതിരോധ വൃത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇന്ത്യ കൈയും കെട്ടി നോക്കി നിൽക്കുകയല്ല. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഇന്ത്യൻ ആർമിയും നേവിയും സർക്രീക്ക് മേഖലയ്ക്കായി
പുതിയ ആംഫിബിയസ് കോമ്പാക്ട് ബോട്ട്സ് വാങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ബോട്ടുകൾ കടലിലും ചെളിയിലും കരയിലും ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയും. ഇനി വേഗത്തിൽ സൈന്യത്തെ എത്തിക്കാനും ഡ്രോൺ നിരീക്ഷണത്തിനും ആന്റി ഇൻഫിൽട്രേഷൻ ഓപ്പറേഷൻസിനും ഇവ സഹായിക്കും. അതുപോലെ BSFന്റെ ഏറ്റവും കാര്യക്ഷമമായ ക്രോക്കഡൈൽസ് എന്ന പ്രത്യേക കമാൻഡോ വിഭാഗം ഇവിടെ എപ്പോഴും സജ്ജമാണ്. വ്യോമസേനയും നാവികസേനയും ഈ മേഖലയിൽ സംയുക്ത നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു വലിയ ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ചൈനയും തുർക്കിയും എന്തിനാണ് പാകിസ്ഥാനെ സഹായിക്കുന്നത്? ഉത്തരം സിമ്പിളാണ്. ചൈനയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ് പ്രധാന ലക്ഷ്യം. CPEC, ഗ്വാദ പോർട്ട്, അറേബ്യൻ സീ എന്നിവയുമായി ബന്ധപ്പെട്ട വലിയ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാന്റെ തീരപ്രദേശങ്ങൾ ചൈനയ്ക്ക് പ്രധാനമാകുന്നത്. ഇനി തുർക്കിയിലേക്ക് വരുമ്പോൾ, തുർക്കി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പാകിസ്ഥാനുമായി പ്രതിരോധ സഹകരണം ശക്തമാക്കുകയാണ്. ഡ്രോൺ ടെക്നോളജി, നാവിക സഹകരണം, പ്രതിരോധ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. എന്നാൽ ഇതുവരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സർക്രീക്ക് മേഖലയിൽ നേരിട്ടുള്ള വലിയ സൈനിക ഏറ്റുമുട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിലെ സാഹചര്യം പ്രധാനമായും മിലിറ്ററി പ്രിപ്പയർഡ്നെസ്, സർവേലൻസ് വർധനവ്, അതുപോലെ പരസ്പര നിരീക്ഷണം എന്നിവയിലേക്കാണ് മാറിയിരിക്കുന്നത്. അതിനാൽ യുദ്ധം ഉടൻ നടക്കുമെന്ന ഒരു തരത്തിലുള്ള നിഗമനങ്ങൾക്ക് ഇപ്പോൾ അടിസ്ഥാനമില്ല. ഒരിക്കൽ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നമായി മാത്രം കണക്കാക്കിയിരുന്ന സർക്രീക്ക് ഇന്ന് ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന എന്ന ത്രികോണത്തിലെ ഏറ്റവും നിർണായകമായ മാരിടൈം ഫ്ലാഷ് പോയിന്റ് ആയിട്ട് മാറുകയാണ്. ഡ്രോണുകൾ, ഹോവർക്രാഫ്റ്റുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയ നിരീക്ഷണം, പുതിയ ആംഫിബിയസ് പ്ലാറ്റ്ഫോംസ്, ഭാവിയിലെ അതിർത്തി സംഘർഷങ്ങൾ ഇനി കരയിൽ മാത്രമല്ല വെള്ളത്തിലും ചതുപ്പ് നിലത്തിലും ആകാശത്തും ഒരുപോലെ നടക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ കാണുന്നത്. അതിനാൽ സർക്രീക്ക് എന്ന പേര് ഇനി മാപ്പിലെ ഒരു ചെറിയ ക്രീക്ക് മാത്രമല്ല, ഇന്ത്യയുടെ പടിഞ്ഞാറൻ സമുദ്ര സുരക്ഷയുടെ ഏറ്റവും സെൻസിറ്റീവ് ഫ്രണ്ട് ലൈൻ എന്ന നിലയിലേക്കാണ് അതിന്റെ പ്രാധാന്യം ഉയരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.